നിങ്ങൾക്ക് വരുമാനമുണ്ട്, നിങ്ങൾക്ക് സേവ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതിന് കാരണം ഇതെങ്ങനെ ചെയ്യണം എന്ന് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എങ്ങനെ സേവ് ചെയ്യണം, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. ഞാൻ അരുൺ ആൻഡ് വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് വിഷയം. നിങ്ങൾക്ക് മാസത്തിൻ്റെ തുടക്കത്തിൽ നിങ്ങൾക്ക് സാലറി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്നു. അപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ട് നിങ്ങൾക്ക് പണം സേവ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ പണം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ചിലവൊക്കെ വളരെ കൺട്രോൾ ചെയ്തിട്ടാണ് ചിലവ് ചെയ്യുന്നത്. പക്ഷേ മാസത്തിൻ്റെ അവസാനം എത്തിയിട്ട് നിങ്ങൾ അക്കൗണ്ടിൽ നോക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ സേവ് ചെയ്യാനൊന്നുമില്ല. സോ ഇവിടെ നമ്മൾ നോക്കേണ്ടത് നമുക്കിവിടെ എന്താണ് മിസ്റ്റേക്ക് പറ്റിയതെന്നാണ്. നമുക്ക് വരുമാനം വന്നു, നമ്മൾ ചിലവാക്കി, നമ്മൾ അവസാനം സേവ് ചെയ്യാൻ നോക്കി, പക്ഷേ ആ സമയത്ത് സേവ് ചെയ്യാനൊന്നുമില്ല. ഇവിടുത്തെ പ്രശ്നം ഈ ഒരു ഓർഡറാണ്. വരുമാനം വരുന്നു, ചിലവാക്കുന്നു, സേവ് ചെയ്യുന്നു. ഈ ഒരു ഓർഡർ തെറ്റാണ്. നിങ്ങൾക്ക് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലവ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള തുക എടുത്തല്ല സേവ് ചെയ്യേണ്ടത്. നിങ്ങൾ സേവ് ചെയ്തതിന് ശേഷം ബാക്കി തുകയാണ് എടുത്ത് ചിലവാക്കേണ്ടത്. സോ നിങ്ങൾക്ക് വരുമാനം വരുമ്പോൾ നമ്മൾ 50-30-20 റൂളിനെ കുറിച്ച് വിശദമായൊരു വീഡിയോ ഈ ചാനലിൽ തന്നെ ഉണ്ട്, കാണാത്തവർ കണ്ടു നോക്കുക. 50-30-20 റൂളിൽ പറയുന്നത് നിങ്ങളുടെ വരുമാനത്തിൻ്റെ 20% നിങ്ങൾ സേവ് ചെയ്യണമെന്നാണ്. അപ്പോൾ നിങ്ങൾക്കൊരു 20,000 രൂപ വരുമാനം ഉണ്ട് ഒരു മാസം, 20,000 രൂപ ശമ്പളം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 20% എന്ന് പറഞ്ഞാൽ 4,000 രൂപയാണ്. 4,000 രൂപ സേവ് ചെയ്തതിന് ശേഷം വേണം നിങ്ങൾ ബാക്കി തുക എടുത്ത് ചിലവാക്കാൻ. അപ്പോൾ അങ്ങനെ ചെയ്താലേ, നമ്മൾ ആദ്യം തന്നെ സേവ് ചെയ്തിട്ട് പിന്നെ ചിലവാക്കിയാലേ നമ്മൾ ഈ സേവിങ്സ് എന്ന് പറയുന്ന കാര്യം അവിടെ നടക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് എനിക്കാകെ 16,000 രൂപയെ ശമ്പളം ഉള്ളെങ്കിൽ ഞാൻ എങ്ങനെ ജീവിക്കും? അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ ചിലവുകൾ മുന്നോട്ട് കൊണ്ടുപോകുക. സോ നമുക്കിവിടെ നമുക്ക് കിട്ടിയ തുക മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ പ്രശ്നം സോൾവായി. ഇനി നമ്മളിത് എവിടെ മാറ്റി വയ്ക്കും? അതിനായിട്ട് സേവിങ്സിന് വേണ്ടി മാത്രം നിങ്ങൾക്ക് വേറൊരു അക്കൗണ്ട് വേണം. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ അക്കൗണ്ട് ഉണ്ടായിരിക്കും, മിക്കവാറും ആൾക്കാർക്ക് ഉണ്ടാവും. ഇനി ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു സാലറി വരുന്ന സാലറി അക്കൗണ്ട് മാത്രമേ ഉള്ളൂ എങ്കിൽ നിങ്ങൾ ഉടനെ ഒരു ബാങ്ക് അക്കൗണ്ട് പുതിയത് ഓപ്പൺ ചെയ്യുക. അതൊരു സേവിങ്സ് ബാങ്ക് എന്ന രീതിയിൽ സേവിങ്സിന് വേണ്ടി മാത്രം നിങ്ങളൊരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. ആ ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് സാലറി ക്രെഡിറ്റ് ആവുമ്പോൾ നിങ്ങൾ സേവ് ചെയ്യാൻ ഉദ്ദേശിച്ച തുക 4,000 എങ്കിൽ 4,000, 2,000 എങ്കിൽ 2,000, ആ ഒരു തുക നിങ്ങൾ ആ സേവിങ്സ് അക്കൗണ്ടിലേക്ക് മാറ്റിയിടുക. നിങ്ങൾ ഈ സേവിങ്സ് അക്കൗണ്ടിൽ കിടക്കുന്ന കാശ് നിങ്ങൾ ചിലവാക്കാതെ ഇരിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഗൂഗിൾ പേ ആയിട്ട് ലിങ്ക് ചെയ്യാതിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഡെബിറ്റ് കാർഡ് പേഴ്സിൽ വെക്കാതിരിക്കാം. അപ്പോൾ നമുക്ക് ടെൻഡൻസി വന്നാലും ആ പൈസ എടുത്ത് ചിലവാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് തീരെ കൺട്രോൾ ഇല്ലയെന്ന് തോന്നുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള കടുത്ത നിലപാടുകളൊക്കെ നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ്. അങ്ങനെ നിങ്ങൾ സേവ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണ്ടേ? അപ്പോൾ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ സേവ് ചെയ്ത് തുടങ്ങി ഉടനെ പോയി തുടങ്ങേണ്ട ഒരു കാര്യമല്ല. കാരണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം, നമ്മൾ സേവ് ചെയ്യുന്ന പണം നമുക്ക് എപ്പോൾ വേണമെങ്കിൽ എടുക്കാം. നമ്മുടെ സേവിങ്സ് അക്കൗണ്ടിലുണ്ട്, നമുക്കൊരാവശ്യം വന്നാൽ എടുക്കാം. പക്ഷേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം അങ്ങനെയല്ല. ഓരോ ഇൻവെസ്റ്റ്മെൻറ്റിനും ഒരു കാലാവധി ഉണ്ട്, ഒരു മെച്യൂരിറ്റി പീരീഡ് ഉണ്ട്. അപ്പോൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ മെച്യൂരിറ്റി പീരീഡ് കഴിഞ്ഞാലേ നമുക്ക് ആ പണം തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ ഇടയിൽ എടുക്കാം, നമുക്ക് വേണമെങ്കിൽ ഈ ഒരു പ്രീ ക്ലോഷർ എന്ന് പറയുന്നത് പല ഇൻവെസ്റ്റ്മെൻറ്റിലും ഉണ്ട്. പക്ഷേ അങ്ങനെ എടുക്കുന്ന സമയത്ത് നമുക്ക് അതിന് പലിശ ഒന്നും കിട്ടില്ല, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പണം മാത്രമേ തിരിച്ചു കിട്ടുള്ളൂ. അതിന് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമല്ലോ, അതിനേക്കാളും ഭേദം നമ്മൾ വെറുതെ സേവിങ്സ് ബാങ്കിൽ കൊണ്ടിട്ടാൽ പോരെ. ഇനി എപ്പോൾ വേണമെങ്കിൽ തിരിച്ചെടുക്കാവുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകളുണ്ട്. ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ നമുക്ക് എപ്പോൾ വേണമെങ്കിൽ തിരിച്ചെടുക്കാം. പക്ഷെ അവിടെയുള്ള പ്രശ്നം ഇതൊക്കെ മാർക്കറ്റ് ലിങ്ക്ഡ് ആണ്. ഷെയർ ട്രേഡിംഗ് ആണെങ്കിലും മ്യൂച്വൽ ഫണ്ട് ആണെങ്കിലും ഷെയർ മാർക്കറ്റുമായിട്ട് അതിൻ്റെ പെർഫോമൻസായിട്ട് ലിങ്ക്ഡ് ആണ് ഇതിൻ്റെ റിട്ടേൺസ്. അപ്പോൾ നമ്മൾ പണം എടുക്കാൻ പോകുന്ന സമയത്ത് മാർക്കറ്റ് ഡൗൺ ആണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് നല്ല റിട്ടേൺസ് ഒന്നും കിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ സേവിങ്സ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ആവുന്നത് വരെ നമ്മൾ സേവിങ്സ് തന്നെ തുടരണം. ഈ പെർട്ടിക്കുലർ എമൗണ്ട് എന്തിനാണ്? നമുക്കൊരു അത്യാവശ്യം വരുമ്പോൾ എടുത്ത് ചിലവാക്കാൻ നമ്മുടെ കയ്യിൽ പണം വേണം. അത്യാവശ്യം എന്ന് പറയുമ്പോൾ എമർജൻസി. അപ്പോൾ എമർജൻസിക്ക് നമ്മുടെ കയ്യിൽ ഫണ്ട് വേണം. അതായത് നമ്മുടെ കയ്യിലൊരു എമർജൻസി ഫണ്ട് വേണം. അപ്പോൾ നമുക്കൊരു എമർജൻസി ഫണ്ടിന് തുല്യമായ തുക ആകുന്നത് വരെ നമുക്ക് സേവിങ്സ് തന്നെ കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ എന്താണ് എമർജൻസി ഫണ്ട്? എമർജൻസി ഫണ്ട് എന്ന് പറയുന്നത് നമുക്ക് വരുമാനം നിലച്ചാൽ, നമുക്ക് ഒരു വരുമാനം ഇല്ലാത്തൊരവസ്ഥ വന്നാലും അടുത്തൊരു 3 മാസത്തേക്കോ അല്ലെങ്കിൽ 6 മാസത്തേക്കോ നമ്മളുടെ ചിലവുകൾ നടന്നു പോകാൻ നമുക്ക് എത്ര രൂപ വേണം, ആ തുകയാണ് നമ്മുടെ എമർജൻസി ഫണ്ട്. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു മാസത്തെ നമ്മുടെ ചിലവുകൾ നടന്നു പോകാൻ എത്ര തുക വേണം എന്നുള്ളത് നമ്മൾ അറിയണം. അപ്പോൾ ഒരു മാസത്തെ തുക എത്രയാണെന്ന് അറിയണമെങ്കിൽ നമ്മുടെ വരവ് ചിലവ് കണക്കുകൾ നമ്മൾ എഴുതി വയ്ക്കണം. അപ്പോൾ ഈ സേവിങ്സ് തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം നമ്മുടെ വരവ് ചിലവ് എഴുതി വയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ചിലവിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കുന്നത് നമ്മളുടെ ഫിക്സഡ് എക്സ്പെൻസസ് ആണ്. നേരത്തെ പറഞ്ഞ EMI, റെൻറ്റ്, പെട്രോൾ, അല്ലെങ്കിൽ മൊബൈൽ റീചാർജ്, ഇൻ്റർനെറ്റ്, പിന്നെ നെറ്റ്ഫ്ലിക്സ്, ആമസോൺ, അതിൻ്റെയൊക്കെ സബ്സ്ക്രിപ്ഷൻ ചാർജ്, ഇങ്ങനെ കറക്റ്റ് എമൗണ്ട് ഉള്ളതൊക്കെ നമുക്ക് ഓർമ്മ വരും.
അതല്ലാതെയുള്ള ചിലവുകൾ നമ്മൾ മറന്നു പോകും. അത്തരം എക്സ്പെൻസുകളെയാണ് വേരിയബിൾ എക്സ്പെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ വേരിയബിൾ എക്സ്പെൻസിൻ്റെ കൃത്യമായ കണക്ക് കിട്ടണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഓരോ രൂപയും ചിലവാക്കുമ്പോൾ അത് എഴുതി വയ്ക്കണം. അപ്പോൾ ഒരു ദിവസത്തെ ചിലവ് വൈകുന്നേരം ഓർത്തെടുത്ത് എഴുതി കഴിഞ്ഞാൽ ചിലതൊക്കെ നമ്മൾ വിട്ടുപോകും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മൊബൈലിൽ തന്നെ നമുക്ക് ഈ എക്സ്പെൻസ് ട്രാക്ക് ചെയ്യാനുള്ള ഒരുപാട് മൊബൈൽ ആപ്പുകളുണ്ട്. അതിലേതെങ്കിലും ഒരു മൊബൈൽ ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് ഓരോ തവണയും നിങ്ങൾ പൈസ ചിലവാക്കുമ്പോൾ, ഇപ്പോൾ കടയിൽ പോകുമ്പോഴാവാം, അല്ലെങ്കിൽ ഒരാൾക്ക് കടം കൊടുക്കുമ്പോഴാവാം, ഇല്ലെങ്കിൽ ഓരോ ബില്ല് പേ ചെയ്യുമ്പോഴാവാം, ഓരോ ചിലവും നിങ്ങൾ അപ്പം തന്നെ ആ മൊബൈൽ ആപ്പിൽ എൻ്റർ ചെയ്ത് വയ്ക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ വേരിയബിൾ എക്സ്പെൻസിനും ഫിക്സഡ് എക്സ്പെൻസിനും കൃത്യമായ കണക്കുണ്ടാവും. ഇതെല്ലാം നിങ്ങൾക്ക് ഒരുമിച്ച് ഒറ്റയടിക്ക് എടുത്ത് ചെക്ക് ചെയ്യാനും പറ്റും. അപ്പോൾ ഇതിൻ്റെ ബേസിൽ വേണം നിങ്ങൾ ഒരു മാസം സർവൈവ് ചെയ്യാനുള്ള മിനിമം എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ. അതായത് വെയിലും മഴയും കൊള്ളാതെ സുഖമായി കിടന്നുറങ്ങാനുള്ള ഒരു സൗകര്യം, അതിനുവേണ്ട കറണ്ട്, അതിനുവേണ്ട വെള്ളം, ആവശ്യത്തിന് ഭക്ഷണം, മിനിമം ട്രാൻസ്പോർട്ടേഷൻ, ഇതിനൊക്കെയുള്ള നിങ്ങളുടെ മിനിമം ജീവിതത്തിന് ആവശ്യമുള്ള തുകയാണ് നിങ്ങൾ ഒരു മാസത്തെ ചിലവായിട്ട് കണക്കാക്കേണ്ടത്. അങ്ങനെ ഒരു മാസത്തെ മിനിമം ചിലവ് കിട്ടിക്കഴിഞ്ഞാൽ 6 മാസത്തേക്ക് എത്ര രൂപ വേണം എന്നുള്ളൊരു എമൗണ്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അതാണ് നിങ്ങളുടെ എമർജൻസി ഫണ്ടിൽ വേണ്ട തുക. ഇനി ഈ ഒരു എമർജൻസി ഫണ്ടിനുള്ള തുക നിങ്ങൾ സേവ് ചെയ്ത് തുടങ്ങുമ്പോൾ അവിടെ മറ്റൊരു പ്രശ്നമുണ്ട്. ഈ എമൗണ്ട് കുറച്ച് വലുതായിരിക്കും. അപ്പോൾ സേവ് ചെയ്ത് അങ്ങോട്ട് എത്താതെ ആവുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സും എടുക്കും. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു 3 മാസം സർവൈവ് ചെയ്യാനുള്ള എമൗണ്ട് ആവുന്നവരെ നിങ്ങൾ സേവിങ്സ് കണ്ടിന്യൂ ചെയ്യുക. ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു മാസം സർവ് ചെയ്യാൻ 15,000 രൂപ വേണമെന്ന് ഇരിക്കുക. 3 മാസത്തേക്ക് 45,000 രൂപ വേണം. അപ്പോൾ 45,000 രൂപ ആവുന്നത് വരെ നിങ്ങൾ മാസം 4,000 രൂപ വെച്ച് ഇങ്ങനെ സേവ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിങ്ങൾ 45,000 രൂപ സേവ് ചെയ്യുന്നു. അപ്പോഴേക്കും സേവിങ്സ് നിങ്ങൾക്കൊരു ശീലമായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ആ ഒരു ഫ്ലോയിൽ നിങ്ങൾ ഈ സേവിങ്സ് തുടർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത 45,000 രൂപ കൂടി സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിലേക്ക് നിങ്ങളുടെ മാസവരുമാനം മാത്രമല്ല, നിങ്ങൾക്ക് ബോണസ് കിട്ടിയാൽ ആ തുക അതിലോട്ട് എടുത്തിടാം. അതേപോലെ നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടുന്ന പണം മുഴുവൻ നിങ്ങളുടെ ഈ ഒരു എമർജൻസി ഫണ്ടിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ അങ്ങനെ എമർജൻസി ഫണ്ട് ആവുന്നത് വരെയാണ് നമ്മളപ്പോൾ സേവ് ചെയ്യേണ്ടത്. അങ്ങനെ എമർജൻസി ഫണ്ടായി. ഇനി നമുക്ക് അടുത്ത മാസം തൊട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ആദ്യത്തെ ഡൗട്ട് ഇതാണ്, എന്തിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യും? മ്യൂച്വൽ ഫണ്ടുകളുണ്ട്, നമുക്ക് മറ്റ് സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. ഇതിലേതിൽ ഇൻവെസ്റ്റ് ചെയ്യണം? ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ പ്രായം കുറവാണ്. നിങ്ങളൊരു 25 വയസ്സിന് താഴെയുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സമയമുണ്ട്. അപ്പോൾ അത്രയും സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് റിസ്ക് ഉള്ള ഇൻവെസ്റ്റ്മെൻ്റ് എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാം. ഇനി നിങ്ങളുടെ ഗോളുകൾ, ലൈഫിൽ ഓരോ ഗോളിനനുസരിച്ച് വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ. അപ്പോൾ നിങ്ങളുടെ ഗോൾ വളരെ അടുത്ത ഒരു ഗോളാണെങ്കിൽ നിങ്ങൾ അധികം റിസ്ക് ഒന്നും എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യേണ്ട. അതിന് നമുക്ക് RD ഉണ്ട്, റിക്കറിങ് ഡെപ്പോസിറ്റ്. എല്ലാ മാസവും നമ്മളൊരു തുക ഇൻവെസ്റ്റ് ചെയ്യുന്നു. 1 കൊല്ലോ 2 കൊല്ലോ ഒക്കെ കഴിയുമ്പോൾ അതും അതിൻ്റെ പലിശയും ചേർത്ത് നമുക്ക് തിരിച്ചു കിട്ടും. അപ്പോൾ ബാങ്കുകളാണ് ഈ 1 കൊല്ലത്തിൻ്റെ 2 കൊല്ലത്തിൻ്റെയൊക്കെ RD ഉള്ളത്. അപ്പോൾ RD തുടങ്ങാൻ വേറൊരു ഗുണമുണ്ട്, നിങ്ങളുടെ സാലറി അക്കൗണ്ടിൽ തന്നെ ഈ RD ഉണ്ടായിരിക്കും. അപ്പോൾ സാലറി അക്കൗണ്ടിൽ തന്നെ അതിൻ്റെ മൊബൈൽ ആപ്പ് വെച്ചിട്ട് നിങ്ങൾക്കൊരു RD തുടങ്ങിക്കഴിഞ്ഞാൽ സാലറി ക്രെഡിറ്റ് ആയി അടുത്ത ദിവസം തന്നെ RDയിലേക്കുള്ള പണം പിടിച്ചോളും. അപ്പോൾ ഒരു ഇത്ര മാസം ഒരു കൊല്ലോ 2 കൊല്ലോ കഴിയുമ്പോൾ ഈ RD മെച്ചൂർ ആകുമ്പോൾ ആ തുക നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തന്നെ ക്രെഡിറ്റ് ആവും. ഇനി നിങ്ങളുടെ ഗോൾ കുറച്ച് ലോങ് ടൈമിലേക്കാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് റിസ്ക് എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാം. ആ സമയത്ത് നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടും ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ പരിഗണിക്കാം. അപ്പോൾ നിങ്ങളുടെ ഗോൾ അനുസരിച്ച്, നിങ്ങളുടെ പ്രായം അനുസരിച്ച്, നിങ്ങൾക്ക് എത്ര റിസ്ക് എടുക്കാമെന്നുള്ളതിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര റിട്ടേൺസ് വേണം, ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾക്ക് പറ്റിയ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ ചൂസ് ചെയ്യാൻ. ഇന്ത്യയിലുള്ള ഒരുവിധം എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റുകളെ കുറിച്ചുള്ള വീഡിയോസും ഈ ചാനലിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ടു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിലേത് ഇൻവെസ്റ്റ്മെൻറ്റാണ് നിങ്ങൾക്ക് പറ്റിയതെന്ന്. അപ്പോൾ നിങ്ങളുടെ പ്രായമൊക്കെ അനുസരിച്ചിട്ട് അതിൽ നിന്നും നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ ചൂസ് ചെയ്യുക. അപ്പോൾ സാലറീഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് എപ്പോഴും നല്ലത് എല്ലാ മാസവും ഇൻവെസ്റ്റ് ചെയ്യുന്ന തരം ഇൻവെസ്റ്റ്മെൻറ്റുകളാണ്. ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട് ആണെങ്കിൽ അതിൽ SIP ഓപ്ഷനിൽ വഴി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് സാലറീഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പറ്റിയ ഓപ്ഷൻ. അതേപോലെ RD നിങ്ങൾക്ക് നല്ല ഓപ്ഷനാണ്. അല്ലാതെ നമ്മൾ ഒരു ബൾക്കായിട്ട് പൈസ വരുന്നവർക്ക് FDയും അതേപോലെ മ്യൂച്വൽ ഫണ്ടിൽ ലംസം ഇൻവെസ്റ്റ്മെൻറ്റും പറ്റും. ഇനി നിങ്ങളുടെ ലൈഫിൽ ഓരോരോ കാര്യങ്ങൾ വരുമ്പോൾ, നിങ്ങൾ വിവാഹം, വാഹനം വാങ്ങൽ, വീട് വാങ്ങൽ, ഇത്തരം കാര്യങ്ങളൊക്കെ മുന്നിൽ കണ്ടിട്ടാണല്ലോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. ആ സമയത്ത് നിങ്ങളുടെ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മെച്ചൂറാവും. ആ തുക എടുത്തിട്ട് നിങ്ങൾക്ക് വലിയ സാമ്പത്തിക പ്രശ്നങ്ങളില്ലാതെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടത്താനും പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇതേപോലെ ഈ ഒരു വീഡിയോ, ഈ ഒരു ഇൻഫർമേഷൻ ആവശ്യമുള്ള ഒരുപാട് പേര് നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലും നിങ്ങളുടെ ഓഫീസിലൊക്കെ ഉണ്ടാവും. അവർക്കൊക്കെ ഇത് ഷെയർ ചെയ്യുക. എന്നിട്ട് ഈ ചാനലിലെ മറ്റു വീഡിയോസ് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങളും ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചും സേവിങ്സിനെ കുറിച്ചുമൊക്കെ ധാരാളം ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടും. ഇനിയും ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഈ ചാനലിൽ വരാനുണ്ട്. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു ടോപ്പിക്കുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.